നമസ്കാരം, ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. AP രാജ്യസഭാംഗം സ്വാതി മാലിവാളിനെതിരായ അതിക്രമത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ PA വൈഭവ് കുമാർ അറസ്റ്റിൽ. കെജ്രിവാളിന്റെ വസതിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാവിലെ കെജ്രിവാളിനെ സന്ദർശിക്കാൻ വസതിയിലെത്തിയ സ്വാതി മാലിവാളിനെ കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാർ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിലാണ് അറസ്റ്റ്. അതേസമയം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാർ മർദ്ദിച്ചെന്ന സ്വാതി മാലിവാളിന്റെ ആരോപണം തള്ളി പാർട്ടി രംഗത്ത് വന്നിരുന്നു. കേജ്രിവാളിന്റെ വീട്ടിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സ്വാതി തർക്കിക്കുന്ന ദൃശ്യങ്ങൾ എക്സിൽ പങ്കുവച്ചാണ് AAP ആരോപണങ്ങൾക്ക് മറുപടി നൽകി രംഗത്ത് വന്നത്. ഹിന്ദി വാർത്താ ചാനലിന്റെ ദൃശ്യങ്ങളാണ് AAPയുടെ ഔദ്യോഗിക അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ആക്രമണം നടന്നെന്ന് ആരോപിക്കുന്ന മെയ് 13-ന് കേജ്രിവാളിന്റെ വസതിയിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്വാതിയെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതും വസതിക്ക് പുറത്ത് സ്വാതി നിൽക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം. പുതിയ CCTV ദൃശ്യങ്ങളിൽ സ്വാതി മാലിവാളിന് പരിക്കുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, പോലീസുകാരിയുടെ കൈ തട്ടിമാറ്റാൻ സ്വാതി ശ്രമിക്കുന്നതും കാണാം. അതേസമയം സ്വാതിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും BJP ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഡൽഹി മന്ത്രിയും AAP നേതാവുമായ അതിഷി ആരോപിച്ചു. സ്വാതി മാലിവാൾ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. താൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു എന്നാണ് സ്വാതിയുടെ പരാതി. എന്നാൽ പുറത്തുവന്ന വീഡിയോ തികച്ചും വ്യത്യസ്തമായ യാഥാർത്ഥ്യമാണ് കാണിക്കുന്നതെന്നാണ് അതിഷി ആരോപിച്ചത്. സ്വാതി വസതിക്കകത്തുനിന്ന് പുറത്തുവരുന്ന വീഡിയോ ആസ്പദമാക്കിയായിരുന്നു അതിഷിയുടെ വാക്കുകൾ. മുൻകൂട്ടി അനുമതി തേടാതെയാണ് സ്വാതി മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തിയത്. അരവിന്ദ് കെജ്രിവാളിനെതിരെ ആരോപണം ഉന്നയിക്കുകയെന്നായിരുന്നു സ്വാതിയുടെ ഉദ്ദേശം. സ്വാതി എത്തിയപ്പോൾ മുഖ്യമന്ത്രി വസതിയിൽ ഉണ്ടായിരുന്നില്ല. സ്വീകരണ മുറിയിൽ പ്രവേശിച്ച സ്വാതിയെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി വൈഭവ് കുമാർ തടഞ്ഞപ്പോൾ അവർ തർക്കിക്കാൻ തുടങ്ങിയെന്നും അതിഷി പറഞ്ഞു. അതേസമയം പോലീസിൽ നൽകിയ പരാതിയിൽ താൻ ആക്രമിക്കപ്പെട്ടതായാണ് സ്വാതി പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ വസതിയിലെ സ്വീകരണ മുറിയിൽ സ്വാതി സുഖമായി ഇരിക്കുന്നതും പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതുമായ വീഡിയോ ആണ് AAP പുറത്തുവിട്ടിട്ടുള്ളത്. വൈഭവ് കുമാറിനെ ഭീഷണിപ്പെടുത്തുന്നതും വീഡിയോയിൽ കാണാം. സ്വാതിയുടെ വസ്ത്രങ്ങൾ കീറിയതോ തലക്ക് മുറിവുണ്ടായതോ വീഡിയോയിൽ ദൃശ്യമല്ല. അതുകൊണ്ട് സ്വാതിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇതിലൂടെ വ്യക്തമാണ്. അതിനിടയിലാണ് ഇപ്പോൾ വൈഭവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.